RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് 4 വയസ്സുകാരി മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ബാംഗ്ലൂർ ഹെന്നൂർ ചേലക്കരയിലുള്ള ഡൽഹി പ്രീ സ്കൂൾ എന്ന സ്ഥാപനത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കുട്ടി ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ സ്കൂൾ അധികൃതർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മറച്ചുവെച്ചു. കുട്ടി കളിക്കുന്നിടയിൽ വീണ് തലയിടിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. രക്ഷിതാക്കൾ കുട്ടിയെയും കൊണ്ട് 3 ആശുപത്രികൾ കയറിയിറങ്ങിയെങ്കിലും നാലാമത് ഹെബ്ബാളുള്ള ഒരു സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാത്രമാണ് കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കുട്ടിയെ ഉടൻ തന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ കുട്ടിയുടെ സ്കൂളിലുള്ള ആയയുമായി മാതാപിതാക്കൾ എന്തോ വിഷയം പറഞ്ഞ് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത സംഭവം 2-3 ദിവസത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൈരാഗ്യം കാരണം കുട്ടിയെ മുകളിൽ നിന്നും തള്ളിയിട്ടതാവാമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. മാതാപിതാക്കളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സ്കൂൾ അധികൃതരുടെ നടപടി. സംഭവം നടന്ന ഉടൻ കുട്ടി ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അവരോട് പറയാൻ തയ്യാറായിട്ടുമില്ല. ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച വിവരം മാതാപിതാക്കൾക്ക് അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ കുട്ടിയെ കൊണ്ടുപോയി ആദ്യത്തെ ആശുപത്രിയിൽ തന്നെ കാര്യം പറഞ്ഞ് കുട്ടിക്ക് യഥാസമയം ചികിത്സ ലഭിക്കുമായിരുന്നു. ഇത് 3-4 ആശുപത്രികളിൽ കയറിയിറങ്ങി അവസാനം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർമാരുടെ നിഗമനം മാത്രമായിരുന്നു ഈ സംഭവം. ഇത് കൃത്യമായ ഒരു കൃത്യവിലോപമായിട്ട് തന്നെയാണ് കാണേണ്ടത്. കൂടാതെ സംഭവത്തിന് ശേഷം കോട്ടയം സ്വദേശി തോമസ് ചെറിയാൻ എന്നു പേരുള്ള പ്രിൻസിപ്പൽ സ്ഥലത്ത് നിന്ന് മുങ്ങിയിരിക്കുകയാണ്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും കോട്ടയം സ്വദേശി തോമസ് ചെറിയാനെ കണ്ടാലറിയാവുന്ന 2 പേരെയും ചേർത്ത് പോലീസ് കേസെടുക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ നിന്നും നമ്മൾ അച്ഛനമ്മമാർ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്താൽ അന്ധമായി സ്കൂൾ അധികൃതരെ വിശ്വസിക്കാതിരിക്കുക. കുട്ടികളോട് സ്കൂളിൽ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയം അച്ഛനും അമ്മയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്കൂളിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് തൻ്റെ മകനോ മകളോ വീട്ടിൽ വന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് വ്യക്തമായ ഒരു മറുപടി സ്കൂളിൽ നിന്ന് ലഭിക്കാതെ വന്നാൽ തീർച്ചയായും പോലീസിൽ പരാതിപ്പെടുക തന്നെ ചെയ്യണം. പല രീതിയിലുള്ള ന്യായമായി സമൂഹമെത്താം. പണ്ടൊക്കെ അധ്യാപകർ തല്ലിയാൽ ഞങ്ങളാരും ഒന്നും പറയാറില്ല, അതുകൊണ്ട് ഒരു തലമുറ നന്നായി വളർന്നു. ഇത്തരത്തിലുള്ള ന്യായങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ല. നന്മയും സഹജീവിയോടുള്ള സ്നേഹവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് നടപടിയെടുത്തില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കൂളിൽ നിന്നും വരുന്ന പരാതികളെ ഗൗരവമായി കാണുക. അധ്യാപകരെ നിയന്ത്രിക്കണം എന്നല്ല, പക്ഷേ സ്കൂളിലെ പെരുമാറ്റച്ചട്ടങ്ങളിൽ രക്ഷിതാക്കൾക്കും ഒരു പങ്കുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക. സ്കൂൾ അധികാരികളുടെ കയ്യിൽ നിന്നും വ്യക്തമായ മറുപടിയോ സപ്പോർട്ടോ ലഭിക്കാത്ത പക്ഷം പോലീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികളിൽ പരാതി നൽകി അതിന് നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യണം. നമ്മൾ വൈകിയാൽ, അമാന്തിച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുരുന്നിൻ്റെ ജീവനാണ് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ഒരു കുട്ടിയുടെ രക്ഷിതാക്കളോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ കുട്ടിയോട് മോശമായി പെരുമാറുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്നിവയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇതിന്ന് പല സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. പക്ഷേ കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചയെപ്പോലെ നമ്മളാരും ഇത് കണ്ടില്ല എന്ന് വിചാരിച്ചാൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. ഇന്ന് നമ്മുടെ നാട്ടിലെ, കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒട്ടുമുക്കാലും പണസമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് തുല്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മാർത്ഥതയുള്ള അധ്യാപകരായാൽ പോലും മാനേജ്മെൻറ്റിൻ്റെ ഭീഷണികൾക്കും കാർക്കശ്യത്തിനും വഴങ്ങി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പഠിപ്പിൽ പുറകിൽ പോയാലും കുട്ടി മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി വളരണം എന്നതായിരിക്കണം ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും പ്രധാനമായ ലക്ഷ്യം. എന്നാൽ ഇന്ന് ഈ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തങ്ങളുടെ കുട്ടിയെ ടോപ്പിലെത്തുക, കലാരംഗത്തും കായിക രംഗത്തും പഠനത്തിലും 1-ാം റാങ്കോടുകൂടി പാസ്സാവുക എന്ന ലക്ഷ്യം കൊണ്ട് കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെക്കാൾ ഉപരി കുട്ടിയുടെ നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്കും ഈ നടപടികൾ തുടരാൻ സാധിക്കുന്നു. ഇത് വളരെ വലുതായ ഒരു സാമൂഹിക വിപത്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഒരു തലമുറ തന്നെ നശിച്ചു പോകും. ഈ സംഭവം നടന്നത് കേരളത്തിലല്ല, അങ്ങ് ബാംഗ്ലൂരിലല്ലേ എന്ന് സമാധാനിക്കാതെ ഇതെന്നും എവിടെയും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവമാണ് എന്ന് കരുതി ഓരോ അച്ഛനും അമ്മയും വിജിലൻ്റ് ആവുക. അതാണ് ഇപ്പോൾ ആവശ്യം. നന്ദി, നമസ്കാരം.